Hello my dear students, welcome to Race Classes. മെട്രിക്സിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഒരു ഷോർട്ട് കട്ടാണ് ഈ വീഡിയോ. ഇപ്പോൾ ഇവിടെ ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്, ഏത് പറഞ്ഞ മെട്രിക്സ് തന്നിട്ടുണ്ട്. ഓക്കെ, താഴെ ഓരോ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. മീൻസ് ഈ മെട്രിക്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഇതിലുള്ള ഏത് ഓപ്ഷൻ ആണ് എന്നുള്ളതാണ് ചോദ്യം. സോ നോർമലി നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഈ മെട്രിക്സ് എടുത്തിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. മീൻസ് എ സ്ക്വയർ കണ്ടുപിടിക്കും, എന്നിട്ട് 2a കണ്ടുപിടിക്കും. എ സ്ക്വയർ മൈനസ് 2a പ്ലസ് 2y ഈക്വൽ ടു 0 ആണെന്ന് നോക്കും. അഥവാ എ സ്ക്വയർ മൈനസ് 2a പ്ലസ് 2y ഈക്വൽ ടു 0 ആണെങ്കിൽ ഇതായിരിക്കും റൈറ്റ് ഓപ്ഷൻ. സോ ഇതിൽ ഏത് ഇക്വേഷൻ ആണ് മെട്രിക്സ് സാറ്റിസ്ഫൈ എന്ന് നോക്കാൻ വേണ്ടി ഇത് ഓരോന്നും ഇതിലൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ബട്ട് അങ്ങനെ ചെയ്യാതെ ഡയറക്ട്ലി ഈ ഇക്വേഷനിലേക്ക് വരാൻ പറ്റുന്നത് മീൻസ് ഓരോ മെട്രിക്സും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഉണ്ടാവും. അപ്പൊ ആ ഇക്വേഷനിലേക്ക് നമ്മൾ ഡയറക്ട്ലി പോകുന്ന ഒരു മെത്തേഡ് ആണ് ഈ വീഡിയോ. ഓക്കെ, സോ ഡയറക്ട്ലി ഇതിൽ ഏത് ഓപ്ഷനാണ് ശരി എന്നുള്ളത് നമുക്ക് കിട്ടും, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ ആ ഇത് കിട്ടാനുള്ള ഒരു ഇക്വേഷൻ എന്താണെന്ന് വെച്ചാൽ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് ഓഫ് a മൈനസ് ലാംഡ ഐ ഇസ് ഈക്വൽ ടു 0. ഇതാണ് നിങ്ങൾ ബൈ ഹാർട്ട് ആയിട്ട് പഠിച്ചു വെക്കേണ്ടത്. ഡിറ്റർമിനന്റ് ഓഫ് a മൈനസ് ലാംഡ ഐ ഇസ് ഈക്വൽ ടു 0. ലാംഡ ഒരു കോൺസ്റ്റന്റ്, ഐ എന്ന് പറയുന്നത് നമ്മുടെ ഐഡന്റിറ്റി മെട്രിക്സ്. ഇപ്പോൾ ഇവിടെ a എന്ന് പറഞ്ഞാൽ ഒരു 2x2 ആണല്ലോ ഓർഡർ എടുക്കുന്നത്. സോ ഐ 2x2 ഓർഡർ ഉള്ള, അതായത് ഓർഡർ 2 ഉള്ള ഒരു ഐഡന്റിറ്റി മെട്രിക്സ്. സോ a മൈനസ് ലാംഡ ഐ ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്താ വരാൻ നോക്ക്. ഫസ്റ്റ് ഓഫ് ഓൾ a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നത് 1502. ഓക്കെ, ലാംഡ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാംഡ 0 ലാംഡ, കാരണം 1001 ആണല്ലോ ഐഡന്റിറ്റി മെട്രിക്സ്. സോ ലാംഡ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. സോ ഈ രണ്ടും സബ്ട്രാക്ട് ചെയ്ത് കിട്ടുന്ന മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് ഈസ് ഈക്വൽ ടു 0. സോ ഇത് സബ്ട്രാക്ട് ചെയ്താൽ എന്താ വരാം? 1 മൈനസ് ലാംഡ 5 2 മൈനസ് ലാംഡ. സോ ഇതിന്റെ ഡിറ്റർമിനന്റ് ഇസ് ഈക്വൽ ടു 0. സോ ഇതിന്റെ ഡിറ്റർമിനന്റ് എങ്ങനെ വരാം? 1 മൈനസ് ലാംഡ ഇൻറ്റു 2 മൈനസ് ലാംഡ. ഓക്കെ, സോ 1 മൈനസ് ലാംഡ ഇൻറ്റു 2 മൈനസ് ലാംഡ മൈനസ് 5 ഇൻറ്റു 0 വരും. ഇവിടെ 5 ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ 0 തന്നെ വരും. മൈനസ് 0 ഇസ് ഈക്വൽ ടു 0. സോ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വന്നു? 2 മൈനസ് ലാംഡ മൈനസ് 2 ലാംഡ എന്ന് പറയുമ്പോൾ മൈനസ് 3 ലാംഡ പ്ലസ് ലാംഡ സ്ക്വയർ ഈക്വൽ ടു 0. സോ ലാംഡന്റെ ഒരു ക്വാഡ്രാറ്റിക് എക്സ്പ്രഷൻ നമുക്ക് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ലാംഡനെ റീപ്ലേസ് ചെയ്തിട്ട് ലാംഡക്ക് പകരം നിങ്ങൾ എ എന്ന് പറഞ്ഞ മെട്രിക്സ് ചെയ്താൽ, സോ അങ്ങനെ എ എന്ന് പറഞ്ഞ മെട്രിക്സ് ചെയ്തുമ്പോൾ ഈ സാധനം എന്താവും? ഓക്കെ, ലാംഡ സ്ക്വയർ എ സ്ക്വയർ ആവുന്നു. ഇവിടെ ലാംഡ സ്ക്വയർ കണ്ടോ? സോ അത് എ സ്ക്വയർ ആയി. മൈനസ് 3 ലാംഡ പറയുമ്പോൾ മൈനസ് 3a പ്ലസ് 2ന് പകരം നിങ്ങൾ 2 ഇൻറ്റു 1 എന്നുള്ള രീതിയിൽ മനസ്സിലാക്കിയിട്ട് അവിടെ 2 ഇൻറ്റു ഐ, അതായത് 1ന് പകരം ഐ എന്ന് പറഞ്ഞ ഐഡന്റിറ്റി മെട്രിക്സും നിങ്ങൾ റീപ്ലേസ് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ എന്തെങ്കിലും കോൺസ്റ്റന്റ് ഉണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ 2ന് പകരം 3 ആണെങ്കിൽ അവിടെ 3i എഴുതാം, 4 ആണെങ്കിൽ 4i എഴുതാം, ആ രീതിയിൽ. സോ ഇതാണ് ഈ മെട്രിക്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇക്വേഷൻ. ഇത് ഓപ്ഷനിലുണ്ടോ നോക്കിയാൽ മതി. എ സ്ക്വയർ മൈനസ് 3a പ്ലസ് 2i, ദ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. എ സ്ക്വയർ മൈനസ് 3a പ്ലസ് 2i ഇസ് ഈക്വൽ ടു 0. ഓക്കെ, സോ ഇത് അല്ലാത്ത രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നല്ല സമയം എടുക്കും, ഓരോ ഓപ്ഷനിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യുമ്പോൾ. ഓക്കെ, ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 1 മിനിറ്റിനുള്ളിൽ തന്നെ ആൻസർ കിട്ടും. ഓക്കെ, സോ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിനായിട്ട് ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് മാക്സിമം ഷെയർ ചെയ്യുക.